ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ ക്ലോക്ക് ഉപയോഗിച്ചുള്ള ഒരു ക്രാഫ്റ്റ് കാണിക്കാനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ക്ലോക്കുകളല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ സാധാരണ ഇങ്ങനത്തെ ക്ലോക്കുകൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും നമുക്ക് ഇതുപോലത്തെ പഴയ ക്ലോക്കുകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് രണ്ട് അടിപൊളി ഫ്രെയിംസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് രണ്ട് പാർട്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു മെഷീനറിയുടെ ആ ഒരു തയ്യൊരു പോയിന്റ് നമുക്ക് ഈ ഒരു മെഷീനറി ഇവിടെ നിന്ന് എടുക്കണം. ഞാനത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചൊന്ന് എടുക്കാം കേട്ടോ. നമുക്കിനി ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ടോട്ടൽ ഒന്ന് പാട്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടെ വെച്ച് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ ഈ ഒരു ഹോൾസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഇതിൻ്റെ വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. അതൊന്നും ഇതിൽ ഒട്ടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളിൻ്റെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് പഴയതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്ലോക്കിൻ്റെ സൈസിന് കറക്റ്റ് ആക്കിയിട്ട് ഒരു ചാർട്ടിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒന്നാമത്തെ ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഡെക്കോറൊക്കെ ചെയ്ത് കൊടുക്കാം പേപ്പറിൽ. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഞാനിവിടെ കുറച്ച് പോളറൈഡ് പിക്ചേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് പോളറൈഡ് അല്ലാതെ സാധാരണ ആൽബം വേണമെങ്കിലും ഒട്ടിച്ചു കൊടുത്ത് ഫോട്ടോ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണോ, ആടെയിൽ എന്തെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ഞാനിതിൽ ഒരു ലാൻഡ്സ്കേപ്പ് വരച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. സാധാരണ ചാർട്ട് പേപ്പർ ഞാൻ പറഞ്ഞ അതേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ വാട്ടർ കളർ പെയിൻറ്റിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ലാൻഡ്സ്കേപ്പ് വരച്ച് കൊടുക്കുകയാണ്. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതായതുകൊണ്ട് അത്യാവശ്യം സ്പീഡിലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാധാരണ ഞാൻ അക്രലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ ചാർട്ടാണ്, ക്യാൻവാസ് അല്ലല്ലോ. അപ്പോൾ ക്യാൻവാസ് അല്ലാത്തത് കൊണ്ട് ഞാനിതിൽ അക്രലിക് യൂസ് ചെയ്യുന്നില്ല. ചാർട്ടായതുകൊണ്ട് വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മുന്നേ ക്ലോക്കിൽ ഒരു പിക്ചർ വെച്ചിരുന്നു. ഈ പിക്ചറായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അതിന് മുമ്പ് കുറേ മുമ്പ് വരച്ചതാണ്. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് നമ്മുടെ പുതിയ പിക്ചർ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ സൈഡിൽ കുറച്ച് ഗമ്മ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിൻ്റെ ഫ്രെയിംസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് വാളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓൾഡ് ക്ലോത്തിൻ്റെ റീയൂസിങ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലത്തെ പഴയ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻ്റ് ആയിട്ടുള്ള ക്ലോക്കുകളൊക്കെ. അപ്പോൾ ഉള്ളവർ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും ഫ്ലോപ്പാണെന്ന് പറയത്തേ ഇല്ല. കാരണം നമ്മൾ പെയിൻറ്റിങ്സ് അതല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോ ഫ്രെയിംസ് അകത്ത് വെച്ച് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.